ഹായ്, വെൽക്കം ടു പൊന്നൂസ് ആർട്ട്. അപ്പം നമ്മളിന്ന് പുതിയൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതേപോലുള്ളൊരു സ്ക്വയർ ബോട്ടിലാണ് ആവശ്യം. ഇനി നമുക്ക് ഇതിന് ഒരു ബേസ് കോട്ട് കൊടുക്കാം. ഞാനിവിടെ ബേസ് കോട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്നത് ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് അക്രിലിക് കളറാണ്. അത് ഈ സൈഡും ഇവിടെയും പുറവശത്തും മാത്രം ബ്ലാക്ക് കളർ മതി. ഈ സെൻറ്റർ പോർഷനിൽ വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബ്ലാക്ക് മാത്രം കൊടുത്ത് എടുക്കാം. അന്നേരം നമ്മൾ ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ വൈറ്റ് കൊടുക്കണം. അതിന് മുമ്പ് ഇവിടെ ഒന്ന് ഉണങ്ങട്ടെ നമ്മുടെ സൈഡിലൊക്കെ. അങ്ങനെ ബ്ലാക്ക് കളറൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫുള്ള് ഉണങ്ങി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വൈറ്റ് കളറ് അടിച്ചു കൊടുക്കാം. അതായത് നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അടിച്ച് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ നടുക്കായിട്ടൊരു സർക്കിൾ വരയ്ക്കണം പെൻസിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു റൗണ്ട് ഷേപ്പിലൊരു സർക്കിളാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ സർക്കിളിനകത്ത് വരാതെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമുക്ക് അതിനകത്ത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇച്ചിരി ഡാർക്കാണ്. ഈ കളറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, ഇച്ചിരി ഡാർക്കാണ്. അപ്പോൾ ഇനി ഇതിലൂടെ ഒരു വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു ലൈറ്റ് ഷെയ്ഡാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ്, ഇതിൻ്റെ കയ്യിലിരിക്കുന്ന ഡാർക്കാണ്. അപ്പോൾ നമുക്കിനി വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടും. ഈ ഒരു ഷെയ്ഡ് നമുക്കിനി ഈ ഫുൾ ബോട്ടിൽ സർക്കിൾ മറിച്ച് അപ്ലൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മൾ അപ്ലൈ ചെയ്തപ്പം അതിനകത്ത് ഇച്ചിരിയൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് മറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഈ ഏറ്റവും മേളത്തെ സൈഡിലായിട്ട് ഒരു മരച്ചില്ല പോലെ നമുക്ക് വരച്ചെടുക്കണം. അതിൻ്റെ ഇലയുമൊക്കെ ആയിട്ട് ആ മേളത്തെ പോർഷനെ നമുക്ക് കുറച്ച് വരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് അക്രിലിക് ഫാബ്രിക് പെയിൻറ്റും അതുപോലെ തന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ബാക്കി സൈഡൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഫുൾ ബ്ലാക്കാണ്. അപ്പം നമ്മൾ വരച്ച് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. അതിന് ആ ചില്ലയൊക്കെ പോലെ. ഇനിയും നമുക്കൊരു പടം വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന പടം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് തന്നെ ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആണെങ്കിൽ ആ പടം ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എനിക്കറിയാവുന്ന പോലൊക്കെയാണെന്ന് വരയ്ക്കുന്നത്, ഞാൻ വരച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ വരച്ച് ഫുൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റാക്കി നമ്മൾ അതിൻ്റെ സൈഡൊക്കെ വരച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് തന്നെ ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ പടം ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ ട്രേസിംഗ് പേപ്പർ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന പോലെയാണ് വരച്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ഫുൾ കവർ ചെയ്തിട്ട് ഈ പോച്ച നിൽക്കുന്ന പോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് നൈറ്റ് ഫീലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് നമ്മളതങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മുടെ ഗിൽത്തർ മെറ്റാലിക് സിൽവർ കളർ വെച്ചിട്ട് ഓരോ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കാം. സിൽവർ മെറ്റാലിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റിൻ്റെ ബ്രഷിൻ്റെ പുറവശമാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഫുൾ യൂസ് ചെയ്ത് ഡോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. ഇപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ. This could be good for me.